ഒഴുകി പരക്കുകയാണ്. നീല, മഞ്ഞ, ചുവപ്പ് നിറങ്ങളുടെയും രേഖകളുടെയും മേളനമാണ് ഒരു മികച്ച ചിത്രം. ഒരു നിറം മറ്റൊന്നിൽ ലയിച്ച് വേറൊന്നാകുന്നത് അകക്കണ്ണിൽ കാണുന്നവനാണ് ഒരു മികച്ച ചിത്രകാരൻ. അങ്ങനെ നോക്കുമ്പോൾ ഞാനും കൊള്ളാവുന്ന ഒരു ചിത്രകാരൻ. അഭിമാനിക്കാം. Yes? Yes, you are right. അല്പം അഹങ്കരിക്കുകയുമാകാം. ഓ മെർലിൻ, ഇന്ന് ഞാൻ വരയ്ക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ്. നിന്റെ ഈ വന്യ സൗന്ദര്യം, എന്റെ ഈ ക്യാൻവാസ് ഇത് തികയുമെന്ന് തോന്നുന്നില്ല. സ്വർണ്ണ മുടിയും ഈളം നിറത്തിലുള്ള ചർമ്മവും കൊല്ലുന്ന നോട്ടവും. മർലിൻ, നിന്നെ ഞാൻ എങ്ങനെ പ്രണയിക്കാതിരിക്കും? ഏയ്, എനിക്കറിയാം നീ എന്നെ മരിച്ച് മണ്ണടിഞ്ഞവൻ. നിന്റെ ആ തൂവൽ കിടക്കയിലേക്ക് സകല പ്രണയികളെയും ക്ഷണിച്ച് കൊല്ലുന്ന നോട്ടത്തിൽ ഒരിറ്റു ചോര നിറച്ച് കയ്യിൽ കിട്ടി ഉറക്കുന്നത് ഒറ്റ വിഴുകലകത്ത് നീ പറന്നു. എങ്കിലും എന്റെ പ്രിയപ്പെട്ട മെർലിൻ, നിന്റെ ഈ നോട്ടം നിനക്ക് ഇങ്ങോട്ട് വന്നുകൂടെ? എന്റെ ഈ കസേരയിലിരുന്ന് എന്റെ ഒരു മോഡലായിക്കൂടെ? മെർലിൻ, മരണത്തിന്റെ മഞ്ഞുപാട് മാറ്റി നീ ഇങ്ങോട്ട് വരിക. നിന്നെ ക്ഷണിക്കുന്നു. ചില പ്രണയങ്ങൾ അപകടകരമാണ്. വിചിത്രമായ മനുഷ്യരൂപങ്ങൾ, അനുഭവങ്ങൾ, അവതാരങ്ങൾ, മരണം പോലെ തണുത്തുറഞ്ഞത്. ഞാൻ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലേ? ഞാൻ വാതിൽ അകത്തൊന്ന് പൂട്ടിയിരുന്നാണല്ലോ, പിന്നെ നിങ്ങളൊക്കെ അകത്ത് കയറി. ഇത് നല്ല തമാശ. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, മഞ്ഞു പോലെ, കുളിര് പോലെ, കിനാവ് പോലെ വരണമെന്ന്, സ്നേഹം കൊണ്ട് മുറിവേൽപ്പിക്കണമെന്ന്. ഞാൻ വാതിൽ അടച്ചിരുന്നാണല്ലോ, അത് ഞാൻ മറന്നുപോയി. ഹേ, നിങ്ങൾ ഇത്ര ഭാവനാരഹിതനാണ്. തുറന്നിട്ട വാതിലിലൂടെ മാത്രമേ അകത്ത് കടക്കാനാവൂ. കാറ്റിന് അകത്ത് കടക്കാൻ എന്തെല്ലാം വഴികളുണ്ട്. കിനാവിന് തുറന്നിട്ട ജാലകങ്ങൾ, താക്കോൽ ദ്വാരം. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫ്രെയിമുകളിൽ നിന്നും ഇറങ്ങി വന്നതായി കൂടെ? എവിടെയാണ് തണുത്ത കാറ്റ് വീശുന്നത്? ഓ, ഞാൻ ആകെ തണുത്ത് കിടക്കുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. എനിക്ക് തണുക്കുന്നില്ലല്ലോ. ഞാൻ എന്താ വിയർക്കുന്നത് കാണുന്നില്ലേ? അതെ, നല്ല പരിചയം തോന്നുന്നു. നമ്മൾ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്? ആർട്ട് ഗ്യാലറി. ആ അതെ, കായലിനടുത്തുള്ള ആർട്ട് ഗ്യാലറി വെച്ചാണ്. ഒരു വൈകുന്നേരം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പഴയ ചിത്രങ്ങൾ നോക്കി സമയം കൊടുക്കുക.
അപ്പോഴാണ് നീ അങ്ങോട്ട് കടന്നു വന്നു. നനഞ്ഞ് കുളിച്ച് നമ്മൾ കുറെ നേരം സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു. അതെ അതെ അതെ, നമ്മൾ കുറെ നേരം സംസാരിച്ചിരുന്നു. അതെ, നിങ്ങളുടെ മോഡലാകാൻ എന്നെ ക്ഷണിച്ചു. ശരിയാണ്. അഡ്രസ്സും ഫോൺ നമ്പറും തന്നു. പിന്നെ നിങ്ങളുടെ ചുഴിഞ്ഞു നോട്ടം അതെന്റെ ഉടുപ്പുകളെ കീറി മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വഴിയിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ അസമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇത് സമയമാണ്, അസമയമല്ല. എന്നാലും അർദ്ധരാത്രിയിൽ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് രാത്രി തന്നെയാണ് ഉചിതം. രാത്രിയാണ് നിഴലുകൾ സംസാരിക്കുന്നതും കഥകൾ പറയുന്നതും അപ്പോഴാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഫ്രെയിമുകളിൽ തളച്ചിട്ടിരിക്കുന്ന ഇവർ തങ്ങളുടെ മൃതിയിൽ നിന്ന് പുറത്തു ചാടുന്നതും നൃത്തം ചെയ്യുന്നതും രാത്രിയിൽ. ഇപ്പോൾ ഇവർ എത്ര നിശബ്ദരായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ പുറത്തു കിടക്കാൻ കാത്തിരിക്കുകയാണ് ഇവർ. മരിച്ച മനുഷ്യർ രാത്രിയിൽ ശവവേളയിൽ നൃത്തം ചെയ്യുന്നത് ഒരു ഗാനത്തിനുമേൽ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ എന്റെ ചിത്രങ്ങളിൽ ചൂടും ചൂരുമുള്ള എന്റെ ഈ മുറിയിൽ തനിച്ച്. അതെ, ഞാൻ നിങ്ങളെ വരയ്ക്കാൻ നിങ്ങൾ മെർലിൻ മെൻറോയെ പോലെ മെർലിൻ മൺറോ എന്റെ രൂപത്തിലോ സ്വഭാവത്തിലോ ഞാൻ മെർലിനെ പോലെയല്ല. ജീവിതവും ചിന്തയും കാലവും മെർലിന്റേതല്ല. പിന്നെ എന്നെ ശരിക്കും അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് എന്നെ വരയ്ക്കുന്നത്? അറിയണം, എനിക്ക് നിന്നെ ശരിക്കും അറിയണം. വരയ്ക്കണം. ലോകം വരയ്ക്കുന്ന ഒരു ക്ലാസിക് ചിത്രം നിന്നിൽ നിന്നും പിറവിയെടുക്കും. നീയും ഞാനും പ്രശസ്തരാകും. അതെ, ഇവിടെ ആരുമില്ല. ഇത് നമ്മുടെ മാത്രം ലോകം. ആരും കടന്നില്ല. എന്തൊരഴകാണ് നിന്റെ ശരീരം കാണാൻ. ആരും കൊതിച്ചു പോകും. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് എന്റെ ശരീരത്തെയാണ്. ശരീരത്തെ അല്ലാതെ പിന്നെ എന്താണ് വരയ്ക്കാൻ കഴിയുക? മനുഷ്യ ശരീരത്തെ ആഴത്തിൽ പഠിച്ചറിഞ്ഞവനാണ് ഒരു ചിത്രകാരനാകുന്നത്. ഒരു ഡോക്ടറെ പോലെ അയാൾ മനുഷ്യ ശരീരത്തെ അറിഞ്ഞനുഭവിക്കുകയാണ്. കണ്ടെത്തിയത് അവളുടെ മനസ്സിനെയായിരുന്നു, ശരീരത്തെ അല്ല. അയാൾ പറയുമായിരുന്നു, നിന്റെ കണ്ണുകൾക്ക്, ചുണ്ടുകൾക്ക് എന്തൊരു ഏകാന്തത. നിന്റെ നഗ്നതയല്ല, വിഷാദമാണ് എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും വരപ്പിക്കുന്നത്. ശരീരത്തെ അല്ലാതെ പിന്നെ എന്താണ് വരയ്ക്കാൻ കഴിയുക? ജീവൻ നിലനിൽക്കുന്നതും ജീവൻ രൂപപ്പെടുന്നതും ശരീരത്തിൽ നിന്നല്ലേ? ശരീരങ്ങളുടെ മേളനമല്ലേ പ്രപഞ്ച നൃത്തം? സനാതന സത്യം
അയ്യേ, നിങ്ങളൊരു നല്ല ചിത്രകാരനല്ല. ഇതൊന്നും മൗലികമല്ല, വെറും പകർപ്പുകൾ. ഞാൻ ഇതേ വരച്ച ചിത്രങ്ങൾ മുഴുവൻ വിഖ്യാതരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പകർത്തിയെടുക്കുകയായിരുന്നു. അതെന്റെ ജോലി, എനിക്ക് കിട്ടിയ കമ്മീഷൻ പ്രോജക്റ്റ്. അതെ, സ്ത്രീ ശരീരങ്ങളുടെ അഴകുകൾ പകർത്തി നിങ്ങൾ പണമുണ്ടാക്കുന്നു. ഗുഡ് മൈ ഡിയർ, കലയും കച്ചവടവും കുഴഞ്ഞു പറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സ്ത്രീ ശരീരം ഒരു അലങ്കാര വസ്തുവാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ പകർത്തുന്ന ചിത്രങ്ങളിൽ അത് വരച്ച ചിത്രകാരന്മാരുടെ അനുഭവങ്ങളെ ഏറ്റെടുക്കുകയാണ്, പൂർണ്ണമായും അനുഭവിക്കുക. തീവ്രമായ പ്രണയം പോലെ, രവി പോലെ. അതുകൊണ്ടാണ് ഞാൻ വരച്ച ചിത്രങ്ങൾ ഒറിജിനലിനേക്കാൾ മികച്ചതാണെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ എന്റെ ക്രാഫ്റ്റ് കൊണ്ട് മാത്രമല്ല. സുന്ദരി, ഇവിടെ പകർന്ന ഈ സുഗന്ധം നീ അറിയുന്നില്ലേ? കാപ്പിയും പാലിയും ഇലകിയും ഒരുമിച്ച് പൂക്കുന്ന ഗന്ധം ഇതെന്നെ മത്ത് പിടിപ്പിക്കുന്നു. എന്റെ ഓരോ സിരകളിലും തീ നിറയ്ക്കുന്നു. ഓ മൈ സ്വീറ്റ് ഡാർലിംഗ്, ഞാൻ നിന്നെ വരയ്ക്കും. എന്റെ വരകളിലൂടെ മരണത്തിനുമപ്പുറം നീ ജീവിക്കും. മരണത്തിനപ്പുറമുള്ള ജീവിതം, മരണത്തിനപ്പുറമുള്ള ജീവിതം. നിങ്ങൾക്കതിനെ കുറിച്ച് എന്തറിയാം? എന്നെ അതും പറഞ്ഞു പ്രലോഭിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ അതിനപ്പുറവും എത്തിക്കഴിഞ്ഞവൾ. നീ എന്തെല്ലാം പറഞ്ഞ സമയങ്ങളെ നീ ഇവിടെ, ഞാൻ നിന്നെ വരയ്ക്കാം. നിനക്കറിയില്ല എങ്ങനെ പോസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു തരാമെന്ന്. ഈ 37ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരരുത്. ഇത്രയും കാലത്തെ ജീവിതം അതെന്നെ വേണ്ടത്ര പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തെ, ഒരു നല്ല മോഡലിനെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പകർപ്പെഴുത്തുകാരനായത്. നിനക്കെന്റെ സ്ഥിര മോഡലാണ്. സ്ഥിര മോഡൽ? അതെ, എന്താണ് ഈ സ്ഥിരത? അങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ ഇല്ല എന്നറിയില്ലേ? പകർപ്പെഴുത്തുകാരന് പുറമേ കാണുന്നത് പോലല്ല അകമെന്ന് അറിയില്ലേ? ഒരു നിറത്തിന്റെ ഉള്ളിൽ വേറെയും നിറങ്ങളുണ്ട്. അതാണ് സത്യം. നിന്നെ കണ്ടത് മുതൽ എന്റെ ഉള്ളിലും ചില നിറങ്ങൾ ഇങ്ങനെ കലങ്ങി മറിയുന്നു. നിന്നെ ആദ്യം കണ്ട നിമിഷം മുതൽ എനിക്ക് എന്നോട് ഞാൻ നിന്നെ വരയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, വരയ്ക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്നെ അറിയണമെന്ന്. എന്റെ കഥയും അകവും ആഴവും അതറിയുന്നതിന് മുന്നേ വരച്ചാൽ ചിത്രം പൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ മാഞ്ഞുപോയെന്നിരിക്കും. എന്നാൽ നീ നിന്റെ കഥ പറയും, എനിക്ക് വേറെ നടക്കും. കഥകൾ പറഞ്ഞറിയേണ്ടതല്ല, അനുഭവത്തിലൂടെ, നിരീക്ഷണത്തിലൂടെ, മനനത്തിലൂടെ ഉൾക്കൊള്ളേണ്ടതാണ്. പറഞ്ഞറിയുന്ന കഥകൾ വ്യാജവും സാങ്കല്പികവും ആപേക്ഷികവുമാവാം. സത്യത്തിൽ നിന്നും 100 മടങ്ങ് അകലമുള്ള വെറും പ്രതീതി സത്യങ്ങൾ. നിങ്ങൾ വരച്ച ചിത്രങ്ങളുടെ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ലോക പ്രശസ്തമായ ഒരു ക്ലാസിക് ചിത്രമാണിത്. ജോൺ വില്യമിന്റെ ദ സോൾ ഓഫ് ദി റോസ്. ഈ ചിത്രത്തിൽ ഒരു പ്രണയകഥയുണ്ട്. പ്രണയത്തിന്റെ അദൃശ്യവും അവാച്യവുമായ ഒരു പ്രണയകഥ. ആ ചിത്രത്തിൽ
അത് പ്രണയത്തിലേക്കുള്ള വഴിയാണ്. പ്രണയത്തിന്റെ ചിഹ്നവും ബിംബവുമാണ്. എത്ര ആഗ്രഹമായാണ് അവളത് മടക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ വാസന ലഭിക്കുന്നുണ്ടോ? അതൊരാഗ്രഹം, പ്രതീക്ഷ, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു കൗതുകമാണ്. ഈ ചിത്രത്തിൽ പ്രധാനം ഈ മതിൽക്കെട്ടുകളാണ്. പൂന്തോട്ടത്തിന്റെ മതിൽക്കെട്ടുകൾ, അവളുടെ അതിർത്തിയെ നിർണയിക്കുന്ന മതിലുകൾ. അവൾ ഒരു തടവുകാരിയാണ്. പാവം, ആ മതിൽക്കെട്ടുകൾ ചാടിക്കടക്കുന്നതിനെ കുറിച്ചാണ് അവൾ ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കും. കാഴ്ചയാണ് അർത്ഥത്തെ സൃഷ്ടിക്കുന്നത്. പക്ഷേ നേർക്കാഴ്ചയുടെ യാഥാർത്ഥ്യങ്ങളെ നിരസിക്കരുത്. നിങ്ങൾക്ക് ആ പൂക്കളുടെ സുഗന്ധം കൂടി വരയ്ക്കാമായിരുന്നു. ഈ സുഗന്ധത്തിന്റെ നിറമെന്താണ്? അത് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പുറമേ കാണുന്നതിനപ്പുറം നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. നിങ്ങൾ റൊമാൻറ്റിക്. ഞാൻ വേറെ കഥ പറയാം. നിങ്ങൾ ഈ ചിത്രം ഒരു മന്ത്രവാദി തടവിലാക്കിയ ദ ലേഡി ഓഫ് ഷാലറ്റ്. അവളുടെ കയ്യിൽ ഒരു മാന്ത്രിക കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിലൂടെ മാത്രമേ പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നു. വിലക്കപ്പെട്ട കാഴ്ചകളിലേക്ക് അനുവാദമില്ലാതെ നടന്നു പോകുന്നത് അപകടമാണ്. അത് അവൾക്ക് കിട്ടിയ ശാപമായി. ചില പെണ്ണുങ്ങൾ അങ്ങനെയുമുണ്ട്, ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ. കിളിവാതിലിലൂടെ പോലും പുറം കാഴ്ചകൾ നിഷേധിക്കപ്പെട്ടവർ. ഏതു മുറിവുകളും ഉള്ളിൽ സഹിച്ചുകൊണ്ട് തന്റെ ദുഃഖങ്ങളെ പുറത്തറിയിക്കാതെ സൂക്ഷിക്കും. ശാപജന്മങ്ങൾ. നീലൊരു ചാറ്റുമഴ ഉണ്ടായിരുന്നു. ഒഴുകി വരുന്നൊരു ബോട്ട് കണ്ടാൽ ഉറങ്ങിക്കിടക്കുകയാണെന്നേ പറയൂ. കാണാൻ ഒരു സുന്ദരി പെണ്ണു, സ്വർണ്ണ തലമുടി, താഴ്വരയിലെ നക്ഷത്രം പോലെ സ്വയം പ്രകാശിക്കുന്നവർ. പക്ഷെ പാവം മരിച്ചുപോയി. എന്താണ് സംഭവിച്ചെന്നറിയില്ല. ഈ ബോട്ട് ഒഴുകി വന്നത് ആ കാണുന്ന തുരുത്തിന. വെള്ളത്താൽ ചുറ്റപ്പെട്ട ആൾതാമസമില്ലാത്തൊരു തുരുത്ത്, വിജനമായ ഷാലോട്ട് ദ്വീപ്, അവിടെ ഒരു കുഞ്ഞു വീട്. ചിലപ്പോഴൊക്കെ അവിടെ ഒന്നൊരു പാട്ട് കേൾക്കാറുണ്ട്. പാടത്ത് പണിയെടുക്കുന്നവരും വഴിയാത്രക്കാരും മീൻ പിടിക്കുന്നവരും ഒക്കെ അത് കേൾക്കാറുണ്ട്. കരച്ചില് പോലെ, വിലാപം പോലെ ഒരു പാട്ട്. പക്ഷെ ആർക്കും ഒന്നും അറിയില്ല. ആരും അങ്ങോട്ട് പോവാറുമില്ല. ഏതോ മന്ത്രവാദിയുടെ അന്ധവിശ്വാസം. പ്രിയപ്പെട്ട പെൺകുട്ടി, നീ ആരെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എനിക്കറിയില്ല. പക്ഷേ നീ മരിക്കരുതായിരുന്നു. സത്യത്തിൽ നിനക്ക് എന്താണ് പറ്റിയത്? പറയൂ.
ഞാൻ ഈ ദ്വീപിലെ തടവുകാരിയാണ്. ശപിക്കപ്പെട്ടവളാണത്രേ. ഇത് എന്റെ മാന്ത്രിക കണ്ണാടി. കണ്ണാടി കാണിക്കുന്ന കാഴ്ചകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. ഈ തുരുത്തിനും അപ്പുറത്തുള്ള ലോകം പ്രതീക്ഷകളുടെ കാവലോട്ടാണെന്ന് എനിക്കറിയാം. ചെറുകാറ്റ്, നദിയിലെ ഓളങ്ങൾ കാമലോട്ടിന് നേർക്കൊഴുകും. കാമലോട്ടിന്റെ കോട്ടയ്ക്ക് കുറുകിയുള്ള പാലം ഈ കണ്ണാടിയിലൂടെ എനിക്ക് കാണാം. ഈ കണ്ണാടിയിലൂടെ കമിതാക്കളുടെ പ്രണയം എനിക്ക് കാണാം. അതെല്ലാം കണ്ടു കൊതിച്ച് ഞാനിവിടെ ഒറ്റയ്ക്ക്. എന്നെ ആരും അറിയുന്നുമില്ല. ഞാനും ചിലപ്പോഴൊക്കെ ഈ നിശബ്ദതയെ ഞാൻ വഞ്ചിക്കും. ഈ തൂവാലയില്ലേ, ഇതിൽ കണ്ണാടിയിൽ തെളിയുന്ന കാഴ്ചകൾ ഞാൻ തുന്നി വെക്കും. ആ കാണും പ്രണയികളെ ഞാൻ തുന്നി തീർക്കും. പുറത്തുള്ള ലോകം വലിയ പ്രതീക്ഷയാണ്. എന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഈ നദിയിലൂടെ അലിഞ്ഞൊഴുകി നടക്കും. ഒട്ടും സഹിക്കാൻ വയ്യാതാകുമ്പോൾ മാത്രം അമർത്തി ഒച്ചയിൽ ഞാൻ പാടും. ആരും കേൾക്കാനില്ല എന്ന് അറിഞ്ഞു തന്നെ. ഞാൻ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് കാഴ്ചയുടെ മായാലോകം. പൂക്കളും പുഴകളും ആകാശവും നക്ഷത്രവും നീലരാത്രിയുടെ വശ്യഗന്ധവും അതിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചു ഞാൻ അറിയാതെ മന്ദഹസിച്ചു. ജീവിതത്തിൽ ആദ്യമായി ചിരിയുടെ വശ്യതയും മന്യതയും ഞാൻ അറിഞ്ഞു. എന്റെ കൈകളിലും മേനിയിലും പുതിയ പൂക്കൾ മുട്ടിട്ടു. ശരീരമാകെ വസന്തത്തിന്റെ പ്രലോഭനത്തിൽ പ്രകമ്പനം കൊണ്ടു. അതിന്റെ മൂർച്ചയും എന്റെ വിരലുകൾക്കിടയിൽ നിന്നും നിലത്താകെ ചിതറിക്കിടക്കുന്നത് എന്റെ ജീവിതം. ഞാൻ ഇറങ്ങി ഓടി. കടവിൽ എന്നെയും കാത്തുന്ന പോലെ ഈ തോണി മറുകരയിൽ എന്റെ പ്രിയതമൻ എന്നെയും കാത്തു നിൽക്കുന്നത് ഉടൽ മഞ്ഞിലൂടെ ഞാൻ കണ്ടു. തോണിയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടു മരണത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ ശരീരം അടക്കം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ വെള്ളക്കുതിരപ്പുറത്തേറി ജീവിതത്തിലേക്ക് മടങ്ങുക. ചാറ്റൽ മഴയുടെ കുളിർമയിൽ അവൾ ആ തോണിയിൽ ഇപ്പോഴും ഒഴുകി നടക്കുന്നു, ഒരരയന്നത്തെ പോലെ. എന്തിനെന്നോ ഏതിനെന്നോ അറിയാതെ ശിക്ഷിക്കപ്പെടുന്നവൻ. കടിഞ്ഞാൻ പൊട്ടിച്ച് കുതിരിച്ചാടിയ മോഹങ്ങളാണ് അവളുടെ ജീവനെടുത്തത്. എങ്കിലും തികച്ചും കാൽപ്പനികമായ പ്രണയം അവളെ അനശ്വരയാക്കി. The height of romanticism. കാൽപ്പനികത. ഇതിലെവിടെയാണ് പ്രണയം? ഇതെങ്ങനെയാണ് കാൽപ്പനികമാകുന്നത്? ഇത് മരണമല്ല, കൊലപാതകമാണ്. അവൾ
ബലാത്കാരത്താൽ കൊല ചെയ്യപ്പെട്ടവൾ. അവളുടെ സ്വാതന്ത്ര്യം എന്നത് ആ കണ്ണാടിയായിരുന്നു. ഉന്മാദത്തിന്റെ ലഹരിയിൽ അവളത് പൊട്ടിച്ചു കളഞ്ഞു. അവളുടെ മരണം ഒരു കണക്കിന് ആത്മഹത്യയാണ്. ലോകത്തിലെ സകല പ്രണയികൾക്ക് മുൻപേ നടന്നവൾ. കൊള്ളാം. അവൾ പ്രണയം ഘനീഭവിച്ചു മരിച്ചവളല്ല, ആരും കൊലയാണത്. പുറമേ പ്രണയത്തിന്റെ ലളിതമായ കഥയായിരിക്കും, എന്നാൽ ഹൃദയം നുറുക്കുന്ന ഇരുണ്ട മറുവശമുണ്ട്. നിങ്ങൾ പറഞ്ഞ കഥയിൽ മനഃപൂർവ്വം വിട്ടുകളഞ്ഞവ എന്തൊക്കെയെന്ന് അറിയുമോ? എങ്ങനെയാണ് ആ കന്യക വിജനവും നിശബ്ദവുമായ ആ തുരുത്തിലകപ്പെട്ടത്, തടവിലാക്കപ്പെട്ടത്? ആരാണ് അവൾ അവിടെ ഉപേക്ഷിച്ചു മടങ്ങിയത്? തുരുത്തിന് ചുറ്റുന്ന മതിലുകളും നാല് ചുറ്റും കാവൽ നിൽക്കുന്ന ഗോപുരങ്ങളും ആരുണ്ടാക്കിയത്? എന്തിനുണ്ടാക്കിയത്? അവളുടെ ഓരോ ഒച്ചയും അനക്കവും ശ്രദ്ധിച്ച് കാവൽ നിൽക്കുന്നത് ആരാണ്? എന്തിനാണ്? അവളുടെ കയ്യിലേക്ക് ഈ മായക്കണ്ണാടി വെച്ചു കൊടുത്തതും കാഴ്ചകളിലൂടെ വശീകരിച്ചതും എന്തിന്? നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഈ തോണി അവിടേക്ക് സ്വയമേ ഒഴുകിയെത്തിയതല്ല. കാമലോട്ട് നദിയിലേക്ക് തോണി തുഴഞ്ഞു പോകുമ്പോൾ അവൾക്ക് ജീവനുണ്ടായിരുന്നു. മുഖത്ത് പുഞ്ചിരിയും കിനാവുകളും ഹൃദയത്തിൽ ശലഭങ്ങളുടെ ചിറകനക്കവും ഉണ്ടായിരുന്നു. ആ യാത്രയുടെ ഏത് നിമിഷത്തിലാണ് അവൾ മരിച്ചത്? എങ്ങനെ അറിയണോ? അവളോട് തന്നെ ചോദിക്കാം. പറയൂ രാജകുമാരി, വാസ്തവത്തിൽ നീ എങ്ങനെയാണ് മരിച്ചത്? ആരാണ് നിനക്ക് വിഷം തന്നത്? നിന്റെ യഥാർത്ഥ കഥയുടെ മേൽ ഇരുട്ടിന്റെ ആവരണം പുതപ്പിച്ചത് ആരാണ്? എന്തിനാണ്? ആ കഥ എനിക്ക് പറയണമെന്നുണ്ട്. പലപ്പോഴും അത് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ എന്റെ വാക്കുകൾ എന്റെ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ, ഒരു കുരുവിയുടെ മൃദുവായ ഒച്ച പോലെ, ഒതുങ്ങിപ്പോകുന്നത് പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നീ പറഞ്ഞോളൂ. എന്റെ കൈകൾ നിന്റെ ഉച്ചിയിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്റെ സ്പർശം നിനക്ക് വാക്കുകളെ നൽകും. നീ പറയുക. എത്രയും പെട്ടെന്ന്, കിഴക്ക് സൂര്യൻ ഉദിക്കും മുൻപ്, ഈ മൂടൽ മഞ്ഞ് വെയിലിൽ അലിഞ്ഞു പോകും മുൻപ്. ചിത്രങ്ങളിൽ എന്റെ കഥ ഞാൻ തുന്നി വെച്ചിരുന്നു. തോണിയിൽ വെച്ച് ഒരു കടലാസിലേക്ക് ഞാൻ അവ കവിതയാക്കി എഴുതി നെഞ്ചിൽ ചേർത്ത് വെച്ചിരുന്നു. ആദ്യം അവർ ചെയ്തത് അത് പിടിച്ചു വാങ്ങുകയായിരുന്നു. പിന്നീട് അവർ കത്തിച്ചു കളഞ്ഞു. അതോ ഈ പുഴയിൽ ഒഴുക്കിയോ? വാസ്തവത്തിൽ അതും അന്വേഷിച്ചാണ് ഞാൻ നിരന്തരം ഈ പുഴയിലൂടെ ഒഴുകുന്നത്. ഓരോ രാത്രിയിലും മരണത്തിന്റെ അക്കരെ നിന്നും തോണി തുഴയുന്നത് അതും തിരഞ്ഞാണ്. മതി, വായടയ്ക്ക്. മൃതരായവർ കുഴിമാടങ്ങളിലേക്ക് മടങ്ങണം. നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായി ഇടപെടാൻ അനുവാദമില്ല. മടങ്ങി പോകാനാണ് പറഞ്ഞത്. നിങ്ങൾ ഷാരറ്റിന്റെ കഥയെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു.
ഹിമജിന്മാതെ ക്യാൻവാസിന് മുമ്പിൽ തപസിരുന്ന് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ വരച്ച ചിത്രങ്ങൾ. നിങ്ങൾ നിറങ്ങൾ ചാലിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിറങ്ങളുടെ കിനാവകളും പ്രലോഭനങ്ങളും നൽകി നിങ്ങൾ നുണകളെ നേരാക്കി അവതരിപ്പിച്ചു. എന്നാൽ അവൾ നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവൾ തിരികെ വരും. എല്ലാ കാലത്തേക്കും എന്നേക്കും രക്ഷപ്പെടാൻ നിങ്ങൾക്കാവില്ല. നുണകളുടെ കഴുത്ത് ഞരമ്പുകൾ കടിച്ചു മുറിച്ച് ചോര കുടിക്കുക തന്നെ ചെയ്യും. അതെ, ഞാൻ ആകെ ചെയ്തത് വിഖ്യാതരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പകർത്തി വരയ്ക്കുക മാത്രമാണ്. അതല്ലാതെ അവളുടെ കിനാവുകളെ, നിലാവിനെ, സഹജമായ രതിതൃഷ്ണകളെ നരച്ച മതിൽക്കെട്ടിനുള്ളിൽ തടവിലിട്ട് അശ്വാരൂഢനായ രാജകുമാരന്റെ ദൃശ്യം മായക്കണ്ണാടിയിൽ കാണിച്ച് പ്രലോഭിപ്പിച്ച് പിന്നീട് തോണി തുഴഞ്ഞു പോയ അവളെ ഇരുളിന്റെ മറവിൽ കൊന്നത്. കിന്നരി തുണിയിൽ പൊതിഞ്ഞ അവളുടെ ജീവനറ്റ ശരീരം ചന്തയിൽ മോഹന ചിത്രങ്ങളായി വിറ്റ് കാശാക്കിയത് നിങ്ങളുടെ പുരുഷകാമനകളുടെ ചരിത്രം. പുരുഷന്മാരും പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ എന്തു ചെയ്യും? സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും വിലക്കപ്പെട്ട കനി കഴിക്കാൻ പ്രേരിപ്പിച്ച സ്ത്രീയെ നീ എന്നിലേക്ക് വരിക. നമുക്ക് സ്വയം നിഷേധിക്കാതെ സത്യസന്ധനാകാം. ഏയ്, നിനക്ക് എന്തൊരു തണുപ്പാണ്! ചേർത്ത് പിടിക്കുമ്പോൾ ചുട്ടു പൊള്ളുന്നു. ഞാനാകെ തണുപ്പാണ്. നെഞ്ച് നെരിപ്പോട് കത്തുന്ന ചൂടുണ്ട്. നീ ആരാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പതുക്കെ അറിഞ്ഞു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. പല മുഖങ്ങൾ ചേർന്നതാണ് ഞാൻ. ഓരോന്നും ഓരോ കഥകളാണ്. ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് നിന്നെ പതിയെ പതിയെ മനസ്സിലായി തുടങ്ങുന്ന പോലെ തോന്നുന്നു. ഇനി ഞാനൊരു കഥ പറയാം. മെഡൂസയുടെ കഥ. സൗന്ദര്യത്തിന്റെ, സഹനത്തിന്റെ, ഭക്തിയുടെ, രാക്ഷസീയതയുടെ നിരവധി മുഖങ്ങളുള്ളവൾ. ദൈവമുറങ്ങുന്ന അമ്പലത്തിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. നിങ്ങൾ അറിയുമോ അവളെ? ഇത് ആ കഥ മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്നോളം തുടരുന്ന കഥ. ഇരയെ അപമാനിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത നിരവധി കേസുകളിൽ ഒന്ന്. മെഡൂസ, എത്ര മനോഹരമാണ് ആ പൂക്കൾ. നീ എന്തിനാണ് ഇത് പിച്ചെടുക്കുന്നത്? നിനക്ക് തരാൻ വേണ്ടിയാണ് പിച്ചെടുക്കുന്നത്. എന്തൊരു മാർദ്ദവമാണ് ഈ പൂക്കൾക്ക്. എന്നാൽ പെട്ടെന്ന് വാടിപ്പോകും. ഇന്നോളം ഭംഗി ഇവയ്ക്കില്ല. നീ അഴകാവുന്ന മുഖമുള്ളവർ. എന്തൊരു തിളക്കമാണ് നിന്റെ മുടിയിടകൾക്ക്. അധീനയുടെ പുരോഹിത മെഡൂസ എത്ര സുന്ദരിയാണ്! ദേവതയായ അധീനയേക്കാൾ സുന്ദരി.
എന്നിൽ പ്രസാദിക്കേണ്ട ദേവത അധീനെ മെഡൂസയാണ്. വാസ്തവത്തിൽ യുവാക്കൾ ഇവിടേക്ക് വരുന്നത് മെഡൂസയെ കാണാനാണ്. ദിവസം തോറും ക്ഷേത്രത്തിൽ വരുന്ന യുവാക്കളുടെയും യോദ്ധാക്കളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് മഹത്തരമായ ഒരു കാര്യം തന്നെ. പക്ഷേ എനിക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. വെറുമൊരു പരിചാരികയ്ക്ക് ഇത്രയധികം ആരാധകരുണ്ടമോ? ജനങ്ങൾക്കിടയിൽ ഇത്ര സ്വാധീനമോ? ഈ നില തുടർന്നാൽ അവർ അവൾക്ക് വേണ്ടി മറ്റൊരു ക്ഷേത്രം തന്നെ പണിയും. ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെ ഒഴിവാക്കുകയും ചെയ്യും. പോസിഡോൺ, മെഡൂസ, പ്രിയപ്പെട്ടവളെ, ഞാൻ സമുദ്രങ്ങളുടെ ദേവൻ പോസിഡോൺ. പ്രണയമാണ് എനിക്ക് നിന്നോട്. ഈ ക്ഷേത്രത്തിലെ ദാസ്യവൃത്തി അവസാനിപ്പിച്ച് നിനക്ക് എന്റെ റാണിയാവും. ഇല്ല, എനിക്ക് ഇവിടെ വിട്ട് വരാനാവില്ല. എന്റെ ജീവിത ലക്ഷ്യം തന്നെ അധീനയുടെ പാദസേവയാണ്. നാട്ടിലെ നടപ്പനുസരിച്ച് ഞാൻ നിന്നെ എന്റെ ഭാര്യയായി ക്ഷണിച്ചു. നീ എന്റെ കൂടെ വരിക, ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, ഇത് അധീനയുടെ ക്ഷേത്രമാണ്. എന്റെ ദേവി, എന്നെ സംരക്ഷിക്കുന്നവൻ. അവളുടെ അടുത്ത് ഞാൻ സുരക്ഷിതയാണ്. എന്നെ തടയുവാനുള്ള ശക്തി അവൾക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, നീ എന്റെ കൂടെ വരിക, എന്നെ അനുസരിക്കുക. അത്രയ്ക്ക് ആഗ്രഹമാണ് എനിക്ക് നിന്നോട്. നിന്നോട് ഇത് നടപ്പാക്കുന്നവരുടെ പരിചാരികയാണ് ഞാൻ. ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. ദയവ് ചെയ്ത് എന്നെ ആക്രമിക്കരുത്, അപമാനിക്കരുത്. അധീന, അതിനായി അപമാനിക്കുന്നത് രക്ഷിച്ചു. അധീന, എന്തേ നീ എന്നെ രക്ഷിച്ചില്ല? നിന്റെ ക്ഷേത്രത്തിലും എനിക്ക് സുരക്ഷയില്ലേ? പുരുഷന്മാരെ മോഹിപ്പിക്കും വണ്ണം സുന്ദരിയായത് നിന്റെ തെറ്റ്. തുടുത്ത കവിൾത്തടങ്ങളാണ് നീ ചെയ്ത കുറ്റം. മെഡൂസ, നിന്റെ ശരീരത്തിൽ ചെളി പുരണ്ടിരിക്കുന്നു. എന്നെ പരിചരിക്കാനുള്ള യോഗ്യത നിനക്ക് നഷ്ടമായിരിക്കുന്നു. നിനക്ക് പോകാം. കന്യകാത്വം അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പവിത്രമായ ഈ ദേവാലയത്തിൽ. അപമാനിക്കപ്പെട്ടതിന്റെ കാരണം ഞാനാണെന്ന് പറയരുത്. പോസിഡോൺ എന്നെ ആക്രമിക്കുകയായിരുന്നു, അതും നിന്റെ മുന്നിൽ വെച്ച്. നീ തിരിഞ്ഞ് കണ്ണുകൾ അടച്ചു. മെഡൂസ, നീ എന്നോട് മറുവാക്ക് പറയുന്നു, തർക്കിക്കുന്നു, എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാൻ നിന്നെ ശപിക്കുന്നു. നീ ഉഗ്രരൂപിണിയായ ഒരു സർപ്പമായി മാറട്ടെ. നിന്റെ മുടിയിടകൾ ഓരോന്നും വിഷസർപ്പങ്ങളായി മാറട്ടെ. നിന്റെ ദാസ്യം കൊണ്ട് നിൽക്കുന്ന പുരുഷകാമനകൾ നിന്നെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പട്ടെ, ഓടി ഒളിക്കട്ടെ. എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീ അവനെ മോഹിപ്പിച്ചു, പ്രലോഭിപ്പിച്ചു. എന്നിട്ട് നീ അവനെ വേണ്ടെന്ന് വെച്ചു. ഒന്നുമില്ലെങ്കിലും
അവനൊരു ദേവനല്ലേ? നീ ഒരു പരിചാരികയും. എന്തിനാണ് അവൾ ശിക്ഷിച്ചത്? ഈ പരിഹരിക്കപ്പെടാനാവാത്ത ലൈംഗിക സംഘടനകളിൽ എപ്പോഴും ഇരകളാണ് കുറ്റവാളിയാകുന്നത്. ഈ കുറ്റവാളിയേക്കാൾ ഇരയെ ശിക്ഷിക്കാനാണ് എളുപ്പം. അതെ അതെ. പിന്നെ അവളുടെ വസ്ത്രധാരണം നാട്ടിലെ പല ആണുങ്ങളെയും പ്രലോഭിപ്പിച്ചിരുന്നു. ഞാൻ തിരഞ്ഞെടുത്ത ലോകമല്ല. എനിക്കിതിൽ പങ്കില്ല. ഈ ജീവിതത്തിലേക്ക് അവരെന്നെ തള്ളിവിട്ടതാണ്. ബലാത്കാരത്തിന്റെ അനുഭവം ഒരുവേള എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് പറയാനാകുമോ? ഞാൻ എന്നെ തന്നെ വെറുക്കാതിരിക്കാനുള്ള കഠിന സമരത്തിലാണ്. പ്രതികാരം അത് സ്വയം പീഡനം തന്നെയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാൽ എനിക്ക് വേറെ വഴിയില്ല. വിശുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ച മെഡൂസ, നിന്നെ വിധിക്കാൻ ഇനി ആരാണ് ധൈര്യപ്പെടുക? ബോസിഡോൺ ഒരാളല്ല, ഇനിയും ഉണ്ടാവും നിരവധി പുരുഷ നോട്ടങ്ങൾ, കഴുകൻ കണ്ണുകൾ. ഇല്ല, അവർക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. പുരുഷ നോട്ടങ്ങൾക്കെതിരെ നിന്റെ കണ്ണുകൾ തീ വമിപ്പിക്കും. അതിന്റെ ഉഷ്ണപ്രകാശത്തിൽ അവരൊരു ഉറഞ്ഞ ശിലയായി മാറും. അവരൊരു കല്ലായി മാറും. തിളങ്ങുന്ന നാഗങ്ങളാണ് നിന്റെ മുടിയിഴകൾ. വിഷമിറ്റിച്ച് പുരുഷ കാമനകളെ അവ കൊന്നൊടുക്കും. പ്രതികാരത്തിന്റെ അഗ്നിയും വിഷവുമായി നീ സ്വയം പ്രതിരോധിക്കുക. മെഡൂസ എന്ന ഭീകര സത്വത്തെ കൊല്ലുന്നവർക്ക് അഥീനയുടെ ക്ഷേത്രത്തിൽ നിന്നും തക്കതായ പ്രതിഫലം നൽകുമെന്നറിയിപ്പ്. മുൻപ് എന്റെ ഒരു കടാക്ഷം കൊതിച്ചു നടന്ന യുവാക്കൾ ഇന്നെന്നെ കൊല്ലുവാനായി പതുങ്ങിയിരിക്കും. എന്നാൽ അവർക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. പുരുഷ നോട്ടത്തിനെതിരെ നിന്റെ കണ്ണുകൾ തീ വമിപ്പിക്കും. എന്റെ മുറിവിൽ നിന്ന് വീഴുന്ന ഓരോ രക്തത്തുള്ളിയിൽ നിന്നും നാഗങ്ങൾ ഉടലെടുക്കും. എന്തുമാവട്ടെ, എനിക്കിനിയും ഈ കഥ എങ്ങനെ തുടർന്നു കൊണ്ടുപോകും? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിയുന്നു, മരണത്തെക്കാൾ സുന്ദരമായ ഒന്ന് ഇനി എനിക്ക് ലഭിക്കാനില്ല. എന്നെ കൊല്ലാൻ വരുന്നവൻ അത് ചെയ്തിട്ട് പോട്ടെ. മെഡൂസയെ കൊല്ലാനയച്ച സിയൂസിന്റെ മകൻ ഉറക്കത്തിൽ അവളുടെ തല വെട്ടിമാറി. തലയാണ് അറിവിന്റെയും ശക്തിയുടെയും കേന്ദ്രം. അതാണ് ഛേദിക്കപ്പെട്ടത്. നിങ്ങൾ മെഡൂസയെ മറക്കാതിരിക്കുക. അവളുടെ നഗ്നതയിലേക്കുള്ള ചുഴിനോട്ടങ്ങളെ മെഡൂസയുടെ കരിങ്കണ്ണുകൊണ്ട് പ്രതിരോധിക്കുക. ശിരച്ഛേദം ചെയ്തതുകൊണ്ട് എല്ലാം അവസാനിക്കുകയില്ല. മെഡൂസയുടെ കണ്ണുകൾ എല്ലാ സ്ത്രീകളുടെയും കണ്ണുകളാവണം. മെഡൂസയുടെ കണ്ണുകൾ എല്ലാ സ്ത്രീകളുടെയും കണ്ണുകളാവണം. മെഡൂസയുടെ കണ്ണുകൾ എല്ലാ സ്ത്രീകളുടെയും കണ്ണുകളാവണം. മരിക്കുമ്പോൾ മെഡൂസ ഗർഭിണിയായിരുന്നു. ഏറെ താമസിയാതെ അമ്മയാകേണ്ടിയിരുന്നവൾ ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ കന്യക, അതുമല്ലെങ്കിൽ രാക്ഷസി. മെഡൂസയെ പോലെ ഒരു മാന്ത്രികത നിന്നെയും ചുറ്റി നിൽക്കുന്ന പോലെ. നീ ഒരു സാധാരണ പെണ്ണല്ല. ആ കിടക്കയിലും ഒന്ന് ചലിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ കട്ടിലിന്റെ 4 ഫ്രെയിമിനുള്ളിൽ ഒതുക്കപ്പെട്ട്
അങ്ങനെ നീ എന്തൊക്കെയാണ് പിറുപിറുക്കുന്നത്? ഇനി ഞാൻ മറ്റൊരു കഥ പറയാം, ഇതുകൂടി കേൾക്കൂ. ഇത് ലിലിത്ത്, ആദാമിന്റെ ആദ്യത്തെ പെണ്ണ്, കളിമണ്ണിൽ ദൈവം മെനഞ്ഞെടുത്ത ഭൂമിയിലെ ആദ്യത്തെ സ്ത്രീ, ലോകത്തിലെ ആദ്യത്തെ പെണ്ണ്, സുമേറിയൻ ഇതിഹാസങ്ങളിലെ കറുത്ത മാലാഖ. ദൈവം മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, ഒരേ കളിമണ്ണിൽ നിന്ന്. ആദം ലിലിത്ത്, നീ ഇവനോടൊപ്പം, ഇവന് കൂട്ടായി, ഇവന് കീഴ്പ്പെട്ട് ജീവിക്കുക. രണ്ടുപേർക്കും ഒരേ ജീവവായു നൽകപ്പെട്ടു. പക്ഷേ ആദത്തിനൊപ്പം ലിലിത്തിന് ദൈവം തുല്യത നൽകിയില്ല. ഇതവളെ സങ്കടപ്പെടുത്തി. അവളെ ഏകാന്തതയെ പ്രണയിച്ചു. ഒറ്റയ്ക്കിരിക്കുമ്പോ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ഉപ്പു കലർന്ന കണ്ണുനീർ ഒരു പുഴ പോലെ ഭൂമിയെ നനച്ചു. അവൾ തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. അവൾ ആദത്തിന് കീഴ്പ്പെട്ടില്ല, ആദത്തിന് തുല്യയാണെന്ന് വിശ്വസിച്ചു, പ്രഖ്യാപിച്ചു, കലഹിച്ചു. അപ്പോൾ ദൈവം അവളോട് വീണ്ടും പറഞ്ഞു, ലിലിത്ത്, നീ അവനോടൊപ്പം, അവന് കൂട്ടായി, അവന് കീഴ്പ്പെട്ട് ജീവിക്കുക. ഇല്ല, എനിക്കുമില്ലേ ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, മനസ്സും ശരീരവും. ലിലിത്ത്, എപ്പോഴും നീ എന്തിനു മുകളിലാവണം? അങ്ങനെ തന്നെ വേണമെന്ന് ആരാ തീരുമാനിച്ചത്? നീ എനിക്ക് വഴങ്ങി. എപ്പോഴും ഞാൻ എന്തിനു കീഴെയാവണം? അതാണ് സ്വാഭാവികം, പ്രകൃതി നിയമം.
ആദം, എനിക്കുമില്ലേ നിന്നെ പോലെ ആവണമെന്ന്? ലിലിത്, നീ കുറ്റം ചെയ്തിരിക്കുന്നു. നീ അവന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ വിസമ്മതിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നീ ഒരു ദുർദേവത, പിശാചിനി. ഗതി കിട്ടാതെ നിന്റെ സ്ഥാനം പറുദീസയ്ക്ക് പുറത്ത്. നീ ഭൂമിയിലൂടെ അലഞ്ഞു തിരിയും, പുരുഷന്മാരെ പ്രലോഭിപ്പിക്കും, തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടും. എനിക്ക് പറുദീസ വിട്ട് പറന്നു പോകേണ്ടി വന്നു. ആകാശങ്ങളിൽ ഇരുന്ന് മാലാകമാർ അവളോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ അപ്രീതി നേടിയവൻ. സമത്വത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ പറുദീസ ത്യജിച്ചത്. രാത്രി കാലങ്ങളിൽ 100ഓളം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. നീ ലൈംഗികതയുടെ ദേവത, വ്യഭിചാരിണി. സ്വർഗത്തിലെ മഴവില്ലെന്നാണ് ഒരിക്കൽ അവർ എന്നെ വിളിച്ചിരുന്നത്. നീ പാമ്പായും പെണ്ണായും വരും. ഒറ്റയ്ക്കുറങ്ങുന്ന ആണിനെ അവനറിയാതെ പ്രാപിക്കും. നീ രാവുതോറും അലഞ്ഞു തിരിയും. നീ ഇരുളിന്റെ ദേവത, ഇരുണ്ട ദേവത. ഡാർക്ക് മൂൺ, വിഷകന്യകേ, ഇരുട്ട് മൂടിയ നിന്റെ ഉടലിന്മേൽ സർപ്പശൽക്കങ്ങൾ മൂടട്ടെ. എന്തുകൊണ്ടാണ് അവൾ ദുർദേവതയായത്? അത് നമ്മൾ സ്ത്രീകൾക്കുള്ള താക്കീതായിരുന്നു. എതിരൊച്ചകൾ പാടില്ലെന്ന്, എതിരൊച്ചകൾ പാടില്ലെന്ന്, കിനാവുകൾ കാണരുതെന്ന്, കിനാവുകൾ കാണരുതെന്ന്, എപ്പോഴും അവന് വഴങ്ങിക്കഴിയണമെന്ന്. അവന് വഴങ്ങിക്കഴിയണമെന്ന്. അതിനുശേഷം ദൈവം ഹൗവയെ സൃഷ്ടിച്ചു. ആദമിന്റെ ഇടത്തെ വാരിയലിൽ നിന്ന് അവന് കീഴ്പ്പെട്ട് കഴിയാൻ എന്നൊരു പറുദീസേ, ഹവ്വയെ കാത്തിരുന്നതും വിലക്കപ്പെട്ട കനി തന്നെ. ഹവ്വ, നീ ആ വൃക്ഷത്തെ നോക്കരുത്, നോക്കരുത്, തുടരുത്, തുടരുത്, ആഗ്രഹിക്കരുത്. ഹവ്വ അനുസരിച്ചു. അവൾ ആദമിന്റെ നിഴലായി. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. എന്നാൽ പാപത്തിന്റെ കാരണം അവൾ മാത്രമെന്ന് വിധി എഴുതപ്പെട്ടു. അതിന്റെ ഫലം അവളുടെ പേറ്റുനോവായി. ഭൂമിയിലെ ഓരോ പെണ്ണും പാപത്തിന്റെയും ശിക്ഷയുടെയും കുരിശു ചുമക്കുന്നവൾ. ഇരുട്ട് മുടിയഴിച്ചാടുന്ന രാത്രികളിൽ നമ്മൾ സ്ത്രീകൾ പുരുഷനെ മുടിയിഴകളിൽ കൊരുത്തെടുക്കുമത്രേ. ആഭിചാരത്തിന്റെ സർപ്പദംശം കൊണ്ട് അവനെ കീഴ്പ്പെടുത്തുമത്രേ. മതിപ്പിക്കുന്ന പൂമണം ചാറ്റി അവനെ വഴിതെറ്റിക്കുമത്രേ. സ്ത്രീയെ, നമുക്കിനി ഈ കളി നിർത്താം. നീ ആരാണ്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഉത്തരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ. നിങ്ങൾ ആഗ്രഹിച്ചു, ഞാൻ വന്നു. എന്നാൽ നിനക്കിപ്പോൾ തിരിച്ചു പോകാം. ഞാൻ വാതിൽ തുറന്നു തരാം. അതെങ്ങനെ ശരിയാകും? അറിയുമോ, നശിച്ച് ചിതലെരിച്ച് ജീവിതം അവസാനിപ്പിച്ച് ഒരു നീണ്ട യാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു ഞാൻ. ഉയർന്നൊരു പാലത്തിൽ നിന്നും എടുത്തുചാടി ജലത്തിന്റെ ആഴത്തിലെ തണുപ്പും ശാന്തിയും പുൽകി എല്ലാം അവസാനിപ്പിക്കുവാൻ. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ വിളി കേട്ടത്. സത്യം പറ, നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നില്ലേ? അതോ ഞാൻ നിങ്ങളെ തനിച്ചാക്കി വിട്ടുപോകണമോ? എനിക്കറിയില്ല, നീ നിഴലോ അതോ നിജമോ? ഇത് രണ്ടുമല്ല. ഞാൻ പൂവിനുള്ളിലെ പരാഗം, അത്തറിലെ മധുമണം, വിലാവിലടങ്ങിയ കുളിര്, നിങ്ങളുടെ നിറങ്ങളിലെ വെളിച്ചം,
അറിയുമോ നിങ്ങൾക്കെന്നെ? അറിയില്ല, എനിക്കറിയില്ല. വെറുതെ കലഹിക്കാതെ നമുക്ക് സത്യസന്ധരാകാം. നിങ്ങൾ ഒരു ചുവന്ന പുതപ്പ് പോലെ എന്നെ മൂടുക. വിവാഹം 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 അങ്ങനെ ഒരു ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഇനിയും ഒരു വ്യാജ വാഗ്ദാനം എനിക്ക് വയ്യ. നുണകളും വഞ്ചനയും കലഹവും അടിമത്തവും പൂക്കുന്ന പർദീസകൾ എനിക്ക് മടുത്തു. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും മനോഹരമായ പദം. സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, ആസാദി. അതെ, വിവാഹം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? അത് നീ ഇനിയിപ്പോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചു. ഇവിടെ ഇവിടെ ഒരു കുറവുണ്ടല്ലേ, അടുക്കളയിലും കട്ടിലും. അയ്യേ, നിന്റെ മുടി ഇത് പാമ്പുകൾ പോലെ വള്ളെടുത്തത്, ഇത് കെട്ടിവെക്ക്. മുടി അഴിച്ചിടാനും കെട്ടിവെക്കുവാനുമുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾ എനിക്ക് തരില്ല. ഞാൻ മുടി നീട്ടി വളർത്തും, അഴിച്ചിടും, കെട്ടിവെക്കും, വേണ്ടി വന്നാൽ വെട്ടി വലിച്ചെറിയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ആസാദി. തന്നിഷ്ടക്കാരി. ഞാൻ രാവിന്റെ ദേവതയാകും. അണിഞ്ഞൊരുങ്ങും, ചുണ്ടിൽ ചോര പോലെ ചായം തേക്കും, എനിക്കിഷ്ടമുള്ളതുപോലെ. നീ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശമൊന്നുമല്ല, കറുത്ത ചന്ദ്രനാണ്, ബ്ലാക്ക് മൂൺ. അതെ, ഇരുട്ട് വളരുകയാണ്, രാവേറെയായി. നിങ്ങൾക്കെന്നെ വരയ്ക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ ആ ക്ലാസിക് ചിത്രം, നിങ്ങളെ അനശ്വരനാക്കുന്ന, അമരനാക്കുന്ന ആ ചിത്രം. നീ ഇരിക്കും, നിനക്ക് ഇഷ്ടമുള്ള ഒരു പോസ് ഞാൻ നിന്നെ വരയ്ക്കാം. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? കാണുന്നു. നിനക്ക് ചുറ്റും മഴവിൽ വർണ്ണങ്ങൾ, കണ്ണിൽ സാഗര നീല, ഹിമവന്മയാർന്ന നിന്റെ ഉടലിൽ നക്ഷത്രങ്ങൾ വാരി വിതറിയ പോലെ, നിന്റെ മുടിയിഴകൾ ഇഴയുന്ന സാപ്പങ്ങൾ, നാഭിയോ വർണ്ണമത്സ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ജലാശയം, ഉയർന്ന മഹാമേരുക്കൾ പോലെ. ഇപ്പോഴും രമിക്കുന്നത് പുറംകാഴ്ചയിലാണ്, ഒരു ചതുരക്കൂടിനുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച. നിങ്ങൾ എന്റെ ഉള്ളിലേക്ക് നോക്കൂ, അതിനുശേഷം പറയൂ ഞാൻ ആരാണെന്ന്. അതിനുശേഷം നിങ്ങൾ എന്നെ വരയ്ക്കൂ. കാണുന്നു, കറുപ്പിന്റെ മണവാട്ടി നീ ലളിതാണ്, മെഡൂസയാണ്, ഹൗയാണ്. പിന്നെ അനാഥമായ തോണിയിൽ രാത്രിയിൽ ഒഴുകി നടന്ന ക്ഷാരത്തിലെ പെൺകുട്ടിയാണ്. നിഗൂഢമായി മന്ദസ്മിതം ഒഴിക്കുന്ന മൊണാലിസ. നിങ്ങളിപ്പോഴും തിരയുന്നത് ചരിത്രത്തിലും പുരാവർത്തങ്ങളിലും കെട്ടുകഥകളിലുമാണ്. എന്നാൽ നിങ്ങളുടെ തൊട്ടടുത്ത്, തൊട്ടരികത്ത്, കൈ നീട്ടിയാലൊന്ന് തൊടാൻ കഴിയുന്ന എന്നെ നിങ്ങൾ കാണുന്നില്ല. കാണുന്നു, കാണുന്നു. കാറ്റിൽ ഉയർന്നു പൊങ്ങിയ പാവാടക്കിടയിലൂടെയുള്ള
കഴുകൻ നോട്ടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ ജീവൻ ഒടുക്കിയ മരുന്നാണ് നീ. പിന്നെ ഇന്നലെ അന്തിവാർത്തയിൽ കണ്ട ഉയർന്ന പാലത്തിൽ നിന്നും ജീവൻ ഒടുക്കാൻ താഴേക്ക് ചാടിയ ആ യുവതി, കന്യാസ്ത്രീ വനത്തിന്റെ മതിലുകൾ ഭേദിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച പെണ്ണ്, ആചാരങ്ങളുടെ കുലീന മുഖത്ത് കാർക്കിച്ചു തുപ്പിയ നിഷേധി, രാത്രിയിൽ ഒരു മരത്തിന്റെ ഉയർന്ന കൊമ്പിൽ ഒറ്റയ്ക്കിരുന്ന് വിലാപം പോലെ താരാട്ട് പാടുന്നത്, നിന്റെ ഉള്ളിലെ തീയും മലരിയും പുറത്തേക്ക് ധരിച്ചാൽ കൊടുങ്കാറ്റിലും പേമാരിയിലും ഈ ഭൂമി തന്നെ മുങ്ങിപ്പോ. നീ ഒന്നല്ല, നീ പലതാണ്, പലതാണ്. അതെ, ഞാൻ ഒന്നല്ല, പലതാണ്, പലരാണ്. ആ എന്നെ വരയ്ക്കാമെങ്കിൽ നിങ്ങൾ വരയ്ക്കൂ. എന്റെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ വരയ്ക്കുക. ഞാൻ ദാ ഇവിടെയുണ്ട്. നീ ഒരു തണുത്ത കാറ്റ്, പെരുകിപ്പയും നാലിപ്പഴം, എന്റെ നിറങ്ങൾ ഒഴുകിപ്പടരുകയാണ്. കറുപ്പ്, കടുത്ത ചുവപ്പ്, നിങ്ങൾ വരയ്ക്കുക, എന്നെ പൂർണ്ണമായും വരയ്ക്കുക. നിങ്ങളുടെ ജീവൻ നൽകി എന്നെ വരയ്ക്കുക. എന്റെ നിറങ്ങൾ